ഹലോ, നമസ്കാരം. ഏവർക്കും PSCtalksന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു മേഖലയാണ്. ജൈവ വൈവിധ്യം എന്ന നമ്മൾ വിളിക്കുന്ന ഒരു മേഖലയാണ്. നമ്മുടെ എക്സാമിനൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന വളരെ ഒരു ലൈവ്ലി ആയിട്ടുള്ള ഒരു മേഖലയാണ് ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്? വാസ്തവത്തിൽ ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് പല ലെയറുകളിൽ നമുക്ക് പഠിക്കാവുന്ന ഒന്നാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മേഖല തൊട്ട് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള മേഖലകളിലേക്കാണ് ഈ പറഞ്ഞൊരു ബയോഡൈവേഴ്സിറ്റി നമ്മളെ എപ്പോഴും കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യത്തെ ആ ഇൻട്രൊഡക്ടറി പാർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടുന്ന പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും ആദ്യം, എന്താണ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം? നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസത്തെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് വിളിക്കുന്നത്. ഈ നമ്മുടെ ഭൂമിയിൽ മനുഷ്യർ മാത്രമേ ഉണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും അതൊരു ബയോഡൈവേഴ്സിറ്റി അല്ല, അല്ലേ? മനുഷ്യരുണ്ട്, നമ്മുടെ പൂച്ചകളുണ്ട്, ആനകളുണ്ട്, കടുവ, ബാക്ടീരിയ, വൈറസ്, ചെടികളിൽ തന്നെ പലവിധം. അപ്പോൾ എന്തുമാത്രം വിഭാഗക്കാരാണ് നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ളത്. ഈ ഒരു വെറൈറ്റിയെ, ഈ ഒരു വൈവിധ്യത്തെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എന്ന ഒരു പേരിൽ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു വാക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഞാൻ പറയാൻ പോവുകയാണ്. ആരാണ് ഈ ബയോഡൈവേഴ്സിറ്റി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്? ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ ചുരുക്കപ്പേരാണ് എന്ന് നിങ്ങൾ ഓർത്തോളുക. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ ചുരുക്കപ്പേരാണ് ബയോഡൈവേഴ്സിറ്റി. പക്ഷെ ഈ ബയോഡൈവേഴ്സിറ്റി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ആരാണ് എന്ന് ചോദിക്കാം. അദ്ദേഹത്തിന്റെ പേരാണ് വാൾട്ടർ ജി റോസൻ. സുഹൃത്തുക്കളെ, മറന്നു പോകരുത്, ബയോഡൈവേഴ്സിറ്റി എന്ന ഒരു വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് വാൾട്ടർ ജി റോസൻ എന്ന് പറയുന്ന ആളാണ്. ബയോഡൈവേഴ്സിറ്റി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് വാൾട്ടർ ജി റോസൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ പറയുന്ന ജൈവ വൈവിധ്യം എന്ന ഒരു കോൺസെപ്റ്റ് പറഞ്ഞ ഇദ്ദേഹമല്ല, പക്ഷേ ഈ ഒരു ബയോഡൈവേഴ്സിറ്റി എന്ന ചുരുക്കപ്പേരിൽ ഇതിനെ വിളിച്ചത് വാൾട്ടർ ജി റോസൻ ആണ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഈ ബയോഡൈവേഴ്സിറ്റിയുടെ ഉള്ളിൽ തന്നെ വരുന്ന ഒന്ന് രണ്ട് വാക്കുകൾ കോയിൻ ചെയ്തത് ആരാണെന്നും കൂടി നമുക്കൊന്ന് കാണേണ്ടതായിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇക്കോളജി എന്ന് പറയുന്ന ഒരു വാക്ക് കോയിൻ ചെയ്തത് ആരാണ്? ഇക്കോളജി അല്ലെ, നമ്മുടെ പരിസ്ഥിതി ശാസ്ത്രം അല്ലെങ്കിൽ നമ്മുടെ ഇക്കോ സിസ്റ്റത്തെ കുറിച്ചുള്ള പഠനം. ഇക്കോളജി എന്ന് പറയുന്ന വാക്ക് കോയിൻ ചെയ്തത് ഏർണസ്റ്റ് ഹെക്കലാണ്. ഏർണസ്റ്റ് ഹെക്കൽ എന്ന് പറയുന്ന ഒരാളാണ് ഈ ഇക്കോളജി എന്ന് പറയുന്ന ഒരു വാക്ക് കോയിൻ ചെയ്തത്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്ന ഒരു വാക്ക് കോയിൻ ചെയ്തത് വാൾട്ടർ ജി റോസൻ ആണ്. ഇക്കോളജി എന്ന വാക്ക് കോയിൻ ചെയ്തത് നമ്മുടെ ഏർണസ്റ്റ് ഹെക്കലാണ്. അതേസമയം ഇക്കോ സിസ്റ്റം എന്ന വാക്ക് കോയിൻ ചെയ്തത് ആരാണ്? ആവാസ വ്യവസ്ഥ, ഇക്കോസിസ്റ്റം. കാരണം ഇത് അവര് കോയിൻ ചെയ്ത വാക്കായതുകൊണ്ടാണ് ഞാനിത് ഇംഗ്ലീഷ് എഴുതുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്കത് മലയാളത്തിൽ ഇപ്പൊ ആവാസ വ്യവസ്ഥ എന്ന വാക്ക് ആരും കോയിൻ ചെയ്തിട്ടില്ല. ഇക്കോസിസ്റ്റം എന്ന ഒരു വാക്ക് ആദ്യമായിട്ട് കോയിൻ ചെയ്തത് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ആരാണ്? അദ്ദേഹത്തിന്റെ പേരാണ് എ.ജി. ടാൻസ്ലി. സുഹൃത്തുക്കളെ, അപ്പൊ ഈ മൂന്ന് പേരുടെ പേരുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക, പഠിച്ചിരിക്കുക. നമ്മുടെ എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ആ മൂന്ന് പേര്? നമ്മുടെ ഈ പറഞ്ഞ ബയോഡൈവേഴ്സിറ്റി എന്ന വാക്ക് കോയിൻ ചെയ്തത് വാൾട്ടർ ജി റോസൻ, ഇക്കോളജി എന്ന വാക്ക് കോയിൻ ചെയ്തത് ഏർണസ്റ്റ് ഹെക്കൽ, ഇക്കോസിസ്റ്റം ആവാസ വ്യവസ്ഥ എന്ന വാക്ക് കോയിൻ ചെയ്തത് എ.ജി. ടാൻസ്ലി ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി ഇക്കോളജി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് ഇക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥകളെ കുറിച്ചുള്ള പഠനത്തെയാണ് ഇക്കോളജി എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ജീവജാലങ്ങൾ എവിടെയാണോ ജീവിക്കുന്നത് ആ ചുറ്റുവട്ടവുമായിട്ടുള്ള അവരുടെ ഇന്ററാക്ഷൻ, അവരുടെ ചുറ്റുവട്ടം, ഇതെല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ. സുഹൃത്തുക്കളെ, നമ്മുടെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമുക്ക് 3 ലെവലിൽ പറയാം. 3 ലെവലിൽ നമുക്ക് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഒന്നാമത്തേതാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജനിതക വൈവിധ്യം. സുഹൃത്തുക്കളെ, ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയെ നമ്മൾ വിളിക്കുന്നത് ജനറ്റിക് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജനിതക വൈവിധ്യം. അതായത് ഒരു സ്പീഷീസിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പോലും അവരുടെ ജനറ്റിക് മെറ്റീരിയലിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പം മനുഷ്യൻ എന്ന് പറയുന്ന വിഭാഗക്കാരുടെ DNA പരിശോധിച്ചു കഴിഞ്ഞാൽ ആ DNA-യിൽ തന്നെ എന്തുമാത്രം വ്യത്യാസമാണുള്ളത്.
എല്ലാ മനുഷ്യരും ഒരുപോലെയാണോ? ഒരു ഓവറോൾ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒരുപോലെയാണ്. പക്ഷെ ഒരുപാട് വ്യത്യാസമുള്ള ആളുകളാണ് ഈ മനുഷ്യരായിക്കോട്ടെ, ആനകളായിക്കോട്ടെ, കടുവകളായിക്കോട്ടെ, എല്ലാവരുടെ DNA അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലിലും വ്യത്യാസമുണ്ട്. ഈ വൈവിധ്യത്തെ നമ്മൾ വിളിക്കുന്നതാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജനിതക വൈവിധ്യം. ബയോഡൈവേഴ്സിറ്റിയുടെ അകത്ത് വരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആളുകളുടെ വ്യത്യസ്തത മാത്രമല്ല, അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ വ്യത്യസ്തത മാത്രമല്ല, അവരുടെ ജനിതക വസ്തുവിലുള്ള വ്യത്യസ്തതയും ബയോഡൈവേഴ്സിറ്റിയുടെ അകത്ത് വരും.